മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിയസ് ഇന്ന് സ്ഥാനമേറ്റെടുക്കും. രാവിലെ 8 മണിക്ക് സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന മധ്യയാണ് സ്ഥാനാരോഹണം. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി ഭദ്രാസന അധിപനുമായിട്ടുള്ള ജോൺ മാർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ മേലധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിയസ് ഇന്ന് സ്ഥാനാരോഹണം ചെയ്യുകയാണ്. മുതിർന്ന ബിഷപ്പാണ് അദ്ദേഹം. അപ്പോൾ രാവിലെ 8 മണിക്ക് അല്പസമയത്തിനകം തന്നെ സ്ഥാനാരോഹണ പരിപാടികൾ നടക്കും. സഭാസ്ഥാനത്തായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ നടക്കുക. 8 മണിക്ക് കുർബാന ആരംഭിക്കും. കുർബാനക്കിടെയാണ്, വിശുദ്ധ കുർബാനക്കിടെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. വളരെ വിപുലമായി നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ബിഷപ്പ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെയാണ് പുതിയ ഒരു സഭാ മേലധ്യക്ഷനെ തെരഞ്ഞെടുത്തതും സ്ഥാനാരോഹണ പരിപാടികൾ നിശ്ചയിച്ചതും. ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആദ്യ മെത്രാപ്പൊലീത്തയായിരുന്നു, പരമാധ്യക്ഷനായിരുന്നു മാർ അത്തനേഷ്യസ് യോഹാൻ. അദ്ദേഹത്തിൻ്റെ മരണം അത് അമേരിക്കയിൽ വെച്ച് നടന്നു. അത് നമ്മൾ കണ്ടതാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശി, മാർ അത്തനേഷ്യസ് യോഹാന്റെ വിടവാങ്ങലിന് ശേഷം, വിയോഗത്തിന് ശേഷം പുതിയ മേലധ്യക്ഷനെത്തുകയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ എവിടെയായിരുന്നു? ഏറ്റവും മുതിർന്ന ബിഷപ്പുമാരിലൊന്നാണോ അദ്ദേഹം? തീർച്ചയായും മുതിർന്ന ബിഷപ്പ് തന്നെയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായിട്ട് ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിയസ് സ്ഥാനമേൽക്കും. രാവിലെ 8-ന് സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സഭയുടെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി അതിഭദ്രാസനാധിപനുമായ ജോൺ മോർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം ചടങ്ങിന് വഹിക്കും. തുടർന്ന് എപ്പിസ്കോപ്പുമാർ സഹ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മോർ അത്തനാസിയസ് യോഹാൻ കൺവെൻഷൻ സെന്ററിൽ അനുമോദന സമ്മേളനം നടക്കും. സമ്മേളനം മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ തിയോഡീഷ്യസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി സജി ചെറിയാൻ, എം.എൽ.എ മാത്യു തോമസ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 7 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 8 മണിക്കാണ് ഈ സ്ഥാനാരോഹണത്തിൽ. 8 മണി തൊട്ട് 10 മണി വരെ നടക്കുന്ന ഈ വിശുദ്ധ കുർബാനക്കിടയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. എന്തായാലും വലിയ രീതിയിൽ തന്നെ സഭാവിശ്വാസികളും അതുപോലെ തന്നെ പുരോഹിതന്മാരും വിവിധ സഹോദര സഭയിലെ തിരുമേനിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പ് തന്നെ ഈ വിഷയത്തെ ചടങ്ങ്, ഈ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ കർമ്മങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. എന്തോ നേരത്തെ നമുക്കറിയാം, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം 2ാമത്തെ മെത്രാപ്പൊലീത്തയാണ് ഇപ്പോൾ സ്ഥാനമേൽക്കുന്നത്. ഈ സഭയെ നയിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യം കൂടിയുണ്ട്. തുടങ്ങിവെച്ച മുൻകാലങ്ങളിൽ യോഹാൻ മെത്രാപ്പൊലീത്ത തുടങ്ങി വെച്ച കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോവുക. സഭയുടെ മുതിർന്ന അംഗമെന്ന നിലയ്ക്ക് വലിയ ഒരു സിനഡിൽ തന്നെ വലിയ ഐക്യകണ്ഠനെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. എന്തായാലും അത് ഇപ്പോൾ ചടങ്ങ് കൂടി ഇപ്പോൾ നടക്കുകയാണ്. റൈറ്റ്. ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിയസ് അല്പസമയത്തിനകം സ്ഥാനമേറ്റെടുക്കുമെന്നുള്ളതാണ്.